ഞാനിന്ന് നിങ്ങളെ കുറച്ച് വിഷ്വൽസ് കാണിച്ച് തുടങ്ങാം. ഞാൻ കുറച്ച് നിങ്ങൾ കുറച്ച് വിഷ്വൽസ് കാണുന്നുണ്ടല്ലോ അല്ലേ? അതൊരു തലശ്ശേരി കഫേയാണ്. ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു കടയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം എന്താണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നേരത്തെ കാണിച്ച കടയുടെ ഒരു 50 മീറ്റർ മാത്രം ദൂരെയുള്ള ഒരു മിഡാസ് എന്ന് പറയുന്ന ഒരു ചായക്കടയാണ്. അതിന് തൊട്ടപ്പുറത്തായിട്ട് അവർക്കിടെ ഒരു ബോർമയും കൂടെ ഉണ്ട്. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേട്ടോ. ഇവിടെ ഇത് ഈച്ച പൊതിയും പോലെ തിരക്കാണ് കുട്ടികളുടെയൊക്കെ. ഇപ്പോൾ നിങ്ങൾ അത്രയും തിരക്ക് കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 12 മണിക്ക് എനിക്ക് ഈ സമയത്താണ് ഫ്രീ കിട്ടിയത്. ഇനി ഇവിടുന്ന് ദേ ഈ വഴിക്ക് നേരെ അങ്ങോട്ട് പോയി ഒരു 50 മീറ്ററിനെ പോയി കഴിഞ്ഞാൽ ഹോട്ടൽ സലാലയുണ്ട്. അതും മലയാളികളുടെയാണ്. ഞാൻ ഈ പറഞ്ഞ ഹോട്ടലുകളും അല്ലെങ്കിൽ കടകളും എല്ലാം തന്നെ സെർവ് ചെയ്യുന്നത് മലയാളി ഫുഡുകളാണ്. ചായ, പരിപ്പോട, പഴംപൊരി, ബിരിയാണി, ഇങ്ങനത്തെ ഐറ്റംസാണ്. ഏതായാലും ഇവിടം വരെ വന്നാലല്ലേ ഒരു ചായ കുടിച്ചിട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇവിടുന്ന് ഒരു 100 മീറ്ററിനെ പോയി കഴിഞ്ഞാൽ CMRIT കോളേജ് ഉണ്ട്. അതിനടുത്തായിട്ട് ഇഷ്ടം പോലെ മലയാളി ഹോട്ടലുകളും ചായക്കടകളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ വരുന്നത് മൊത്തം കോളേജ്, സ്കൂൾ പിള്ളേരുകളാണ്. പിന്നെ ജോലി ചെയ്യുന്നവരുമുണ്ട്. ഒരുപാട് കാലമായിട്ട് ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ആണ് അങ്ങനെ എനിക്ക് താമസിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 12 കൊല്ലം എങ്കിലും കഴിഞ്ഞു ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തിനാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, തെളിവൊന്നും കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ ഇവർ പറയും ഇതെല്ലാം ഫേക്കാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വേറെ എവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഓരോന്ന് പറയുകയാണ്, അടിസ്ഥാനരഹിതമായി സംസാരിക്കുകയാണെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം കാണിച്ചതാണ്. അതല്ലാതെ സാമാന്യബോധത്തോടെ ചിന്തിക്കുന്നവർക്ക് ഈ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരിൽ ബ്രൂക്സ് ഫീൽഡ് ഏരിയയിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ബാംഗ്ലൂരിൽ മടിവാള എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കേട്ടിട്ടുണ്ടാവും. അവിടെ ആണ് മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെയുള്ള ബ്രൂക്സ് ഫീൽഡ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. വൈറ്റ് ഫീൽഡിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് ബാംഗ്ലൂരിലൊരു സ്ഥലം പോലത്തെ ഒരു സ്ഥലം മാത്രമാണ് ഇപ്പം ഞാൻ താമസിക്കുന്ന ലൊക്കേഷൻ. അല്ലാണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത മലയാളികൾ പണ്ട് ഹിസ്റ്റോറിക്കലി മുതൽ തമ്പടിക്കുന്ന ഒരു സ്ഥലം അങ്ങനെയൊന്നുമല്ല. അപ്പം നേരത്തെ ഞാൻ ആ കാണിച്ച ഹോട്ടലുകൾ, ഇപ്പോൾ ഞാൻ അവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഹോട്ടലുകളുടെ എണ്ണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഇപ്പോൾ തൊട്ടടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ച തലശ്ശേരിയുണ്ട്, തലശ്ശേരിയുടെ കഫയുണ്ട്. അതിൻ്റെ അടുത്ത് മിഡാസ് എന്നും പറഞ്ഞിട്ട് ഒരു ചായക്കടയുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് അവരുടെ ഒരു ബോർമ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. തൊട്ടപ്പുറത്തേക്ക് ഒരു 50 മീറ്ററിനെ കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടൽ സലാലയുണ്ട്. അത് മലയാളികളുടെയാണ്. ഇനി അവിടെ നിന്ന് കുന്തനഹള്ളി ഗേറ്റിലേക്ക് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തീരത്തെന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് മലബാർ ഹോട്ടലുണ്ട്. ഇനി CMRIT, അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. മലയാളികളൊക്കെ ഇഷ്ടംപോലെ പഠിക്കുന്നൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു തലശ്ശേരിയുടെ റെസ്റ്റോറൻറ്റും ഉണ്ട്. അതിനടുത്തായിട്ട് തലശ്ശേരിയുടെ തന്നെ വേറൊരു കഫയുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് മാർത്തഹള്ളി ബ്രിഡ്ജിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെയുണ്ട് തലശ്ശേരിയുടെ കഫയും തലശ്ശേരിയുടെ റെസ്റ്റോറൻറ്റും വേറെ. ഈ തലശ്ശേരി ഒരു ഫേമസ് ചെയിൻ ആയതുകൊണ്ട് ഞാൻ ആ പേര് പെട്ടെന്ന് ഓർത്തിരിക്കുകയാണ്. ഇനി അതങ്ങോട്ട് ACS ലേഔട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹോട്ടൽ രുചിയുണ്ട്, ഹോട്ടൽ എരിവും പുളിയുമുണ്ട്. അങ്ങനെ ഒരുപാട് ഹോട്ടലുകൾ. ഇപ്പോൾ കേരള ടിഫിൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നത് ഇതെല്ലാം ഈ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ എല്ലാം വിൽക്കുന്നത് മലയാളികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ്. ചായ, പരിപ്പോട, പഴംപൊരി, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ അവിടെയുള്ള അറിയാമല്ലോ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുമ്പോൾ കൂടുതൽ കഴിക്കാൻ വരുന്നത് മലയാളികളായിരിക്കും. ഈ കഴിക്കാൻ വരുന്ന മലയാളികളിൽ നല്ലൊരു ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. എങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ്? നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, മറ്റ് പല കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ CMRIT പോലെയുള്ള 100 കണക്കിന് കൊള്ളാവുന്നതും കൊള്ളില്ലാത്തതുമായ സർവകലാശാലകളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഓരോ മലയാളി വിദ്യാർത്ഥികളും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഒരു വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഈച്ച പൊതിയും പോലെ തിരക്കാണ്. പ്രത്യേകിച്ച് CMRIT അടുത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈച്ച പൊതിയുന്ന പോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ചായ കുടിക്കാനും, യങ്സ്റ്റേഴ്സ് ആണല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അത്രമാത്രം എന്താ പറയുക, അഭയാർത്ഥികളെ പോലെയുള്ള മലയാളികളെ കാണാൻ പറ്റുന്ന ഒരു നഗരമാണ് ബാംഗ്ലൂർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് പറയാൻ പോകുന്നത് ഹയർ എഡ്യൂക്കേഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമാണ്, വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ചീത്ത പറയാൻ നോക്കിയിരിക്കുന്ന കുറച്ച് ആൾക്കാർ ചോദിക്കും, അപ്പം നിങ്ങൾ മലയാളികളെ മാത്രമേ കാണുന്നുള്ളൂ, നിങ്ങൾ തമിഴന്മാരെ കാണുന്നില്ലേ, നിങ്ങൾ ആന്ധ്രാക്കാരെ കാണുന്നില്ലേ, നിങ്ങൾ നോർത്ത് ഇന്ത്യ എന്നുള്ള ആൾക്കാരെ കാണുന്നില്ലേ? അവരും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതിലെന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം തമിഴ്നാട്ടിലും ആന്ധ്ര, തെലുങ്കാനയിലൊക്കെ കേരളത്തിൻ്റെ 4-5 ഇരട്ടി ആളുകളുള്ള
ഇപ്പോൾ തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു 6 കോടി 6 കോടി എങ്ങാണ്ട് ആൾക്കാരുണ്ട്, 7 8 കോടി അങ്ങനെ എന്തോ ആൾക്കാരുണ്ട്. നമ്മുടെ ഇരട്ടിക്ക് മേളിൽ ജനസംഖ്യയുള്ളൊരു സംസ്ഥാനമാണ് ഈ പറഞ്ഞ ആന്ധ്രയാണെങ്കിലും തമിഴ്നാടാണെങ്കിലും. അവിടെ നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർണാടകക്കാരെ കുറേ ആൾക്കാർ ഈ ചെന്നൈയിലെ പല കോളേജുകളും പഠിക്കാൻ പോകുന്നുണ്ട്, ആന്ധ്രയിൽ പഠിക്കാൻ പോകുന്നുണ്ട്, ഡൽഹിയിൽ പഠിക്കാൻ പോകുന്നുണ്ട്, പലയിടത്തും പഠിക്കാൻ പോകുന്നുണ്ട്. തമിഴന്മാർ കർണാടകയിൽ പഠിക്കാൻ വരുന്നുണ്ട്, ആന്ധ്രാക്കാർ കർണാടകയിൽ വരുന്നുണ്ട്. ഇതെല്ലാം അവർ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ കേരളത്തിന് മാത്രം പ്രത്യേകം എന്താണെന്നറിയോ? കേരളത്തിന് പുറത്തേക്ക് പോക്കേ ഉള്ളൂ, ഇങ്ങോട്ട് വരവില്ല. ഞാൻ വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയണത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടേ സംസാരിക്കുന്നുള്ളൂ, വേറെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഹയർ എഡ്യൂക്കേഷനിൽ പുറത്തേക്ക് പോക്കാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ. ആരും നമ്മുടെ നാട്ടിൽ പഠിക്കാൻ വരുന്നില്ല. എല്ലാ എൻട്രൻസിൽ റാങ്ക് കിട്ടിയിട്ട് നമ്മുടെ ഗുസാറ്റിലൊക്കെ പഠിക്കാനായിട്ട് വന്നു, അതവർ നിർബന്ധിക്കപ്പെടുവാണ്. കാരണം ആ റാങ്കിൻ്റെ അലോട്ട്മെൻറ്റ് അനുസരിച്ചൊക്കെ പഠിക്കാൻ വരുവാണല്ലോ. അതല്ലാതെ കയ്യിലെ കാശ് മുടക്കി കേരളത്തിൽ പഠിക്കാൻ വരുന്നില്ല എന്നുള്ളതൊരു പച്ച പരമാർത്ഥമല്ലേ? ഓക്കെ, ഇനി കേരളത്തെപ്പറ്റി പുറമേയുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ നമ്മളുടെ ആളുകളെപ്പറ്റിയും നമ്മളുടെ നാടിൻ്റെ ഒരു ഇതിനെപ്പറ്റിയൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമേജാണ്. കേരളത്തിലെ ആളുകൾ കുറേ കൂടെ വിദ്യാഭ്യാസമുള്ളവരാണ്, അവർ വൃത്തിയുള്ളവരാണ്, 100% ലിറ്ററസി. ഇതൊക്കെ നമ്മൾ പണ്ട് മാർക്കറ്റ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. അത് നല്ല സത്യവുമാണ് കേട്ടോ. പല സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ ലിറ്ററസി ഉണ്ട്, എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം എന്നൊക്കെ ഉള്ള ഒരു ധാരണ മറ്റ് പല ഇന്ത്യൻ സ്റ്റേറ്റുകൾക്കും ഓൾറെഡി ഉണ്ട്, നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് മലയാളികൾ മൊത്തം പുറത്ത് സ്റ്റേറ്റുകളിലേക്ക് ഒഴുകുന്നത്? പുറത്ത് രാജ്യത്തേക്ക് പോകുന്നത് നമുക്ക് വിടാം, കാരണം അവിടെ വേറൊരു എക്കോസിസ്റ്റമാണ്, വേറൊരു സെറ്റപ്പാണ് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾ പഠിക്കാൻ പോകാത്തൊരു സ്റ്റേറ്റില്ല? തമിഴ്നാട്, കർണാടക, നമ്മുടെ ബോർഡറായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള എഞ്ചിനീയറിംഗ് നഴ്സിംഗ് കോളേജുകളിൽ ഭൂരിഭാഗവും മലയാളികളാണ്. അതെന്താ? ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളും നഴ്സിംഗ് കോളേജുകളും നമ്മുടെ കേരളത്തിലെ മണ്ണിൽ നട്ടാൽ മുളയ്ക്കൂലേ? അതുകൊണ്ടാണോ ഈ കുട്ടികളൊക്കെ പുറത്തുപോയി പഠിക്കുന്നത്? വെറുതെ പഠിക്കുമല്ലോ. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തും സ്ഥലം വിറ്റും അല്ലെങ്കിൽ സേവിങ്സ് ഉണ്ടായിരുന്നതൊക്കെ പൊട്ടിച്ചിട്ടാണ് ഈ പഠിക്കാൻ പോകുന്നത്. 4-5 ലക്ഷം രൂപ കുറഞ്ഞത് പൊട്ടും. എന്ത് കോഴ്സ് ഇവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം 4 കൊല്ലം നമ്മളിവിടെ താമസിക്കണം, ഭക്ഷണം വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി വിദ്യാർത്ഥികൾ ഈ പറയുന്ന കർണാടകക്കാർക്ക് എത്ര ലക്ഷക്കണക്കിന് കോടി രൂപ കൊടുത്ത് കാണും ഈ കഴിഞ്ഞ ഒരു 20-30 കൊല്ലത്തിൽ? ആലോചിച്ച് നോക്ക്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ കോളേജുകൾ എന്താ, ഈ പ്രൈവറ്റ് കോളേജുകളും നഴ്സിംഗ് കോളേജുകൾ, ഈ പിള്ളേർ പഠിക്കാൻ വരുന്ന കോളേജുകളെപ്പോലുള്ള കോളേജുകൾ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ നട്ടാൽ വളരില്ലേ? അതാണ് പറഞ്ഞു വരുന്നത്. എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഒരു ബാഡ് പൊളിറ്റിക്കൽ ഡിസിഷൻ, വിവരം കെട്ട ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ വിവരം കെട്ടവരെടുക്കുന്ന ഒരു ഡിസിഷൻ ഒരു നാടിൻ്റെ യുവതലമുറയെ എങ്ങനെ നശിപ്പിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 10-30 കൊല്ലം മുന്നേ നമ്മുടെ അന്നത്തെ കോൺഗ്രസ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന MV രാഘവൻ, MVR എന്ന് വിളിക്കുന്ന MV രാഘവൻ ആണ് ആദ്യമായിട്ട് നമുക്ക് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ കേരളത്തിലും വേണം എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ബില്ലൊക്കെ പ്രപ്പോസ് ചെയ്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൂത്തുപറമ്പ് സമരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമരം ആ സമയത്ത് ആ കണ്ണൂർ ഭാഗത്ത് നടന്നു. അതിൽ കുറേ പേര് വെടിവെപ്പൊക്കെ ഉണ്ടായി, പോലീസിൽ ആക്രമണമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പോലീസുകാർക്ക് വെടിവെക്കേണ്ടി വന്നു. അങ്ങനെയാണ് മറ്റേ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടൊക്കെ കിട്ടുവാണല്ലോ. ഈ പുഷ്പനൊക്കെ ഇങ്ങനെ വലിയ നടുവൊക്കെ വെടിയുണ്ട കൊണ്ട് കോമയിലൊക്കെ ആയി. ഈ അടുത്ത കാലത്താണ് അദ്ദേഹമൊക്കെ മരിച്ചുപോയത്. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങേരൊക്കെ ഇരകളാണ്, ചില പൊട്ട ഐഡിയോളജിയുടെ ഇരകളാണ്. ഓക്കെ, പാവങ്ങളാണ്, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെയൊക്കെ അങ്ങോട്ട് രക്തസാക്ഷികളായിപ്പോയതാണ്. ഈ ചില പൊട്ട വിശ്വാസത്തിൻ്റെയും പൊട്ട ഐഡിയോളജിയുടെയും പുറകെ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ അന്ന് ആ സമരം അതികഠിനമായ സമരമായതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ആ ബില്ല് കൊണ്ടുവരാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വന്നില്ല. അപ്പോൾ പറയുമ്പോൾ ഒരു കാര്യം പറയണം, ഇന്ത്യയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളില്ലാത്ത, ഞാൻ സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ പറ്റി അല്ല പറയുന്നത്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ പറ്റിയാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളില്ലാത്ത 2 സ്ഥലങ്ങൾ, ഒന്ന് കേരളവും പിന്നെ മറ്റൊന്ന് ഗോവയുമാണ്. നിങ്ങൾ നോക്കിക്കോ, ഗൂഗിൾ അടിച്ച് നോക്കിക്കോ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ഗോവ എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ്, ഒരു വളരെ ചെറിയ ഒരു സ്ഥലമാണ്. സംസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല, ഭരണ പ്രദേശം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കവിടെ അതങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ കേരളം മാത്രമാണ് മേജർ സ്റ്റേറ്റുകളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളില്ലാത്ത ഒരേ ഒരു സംസ്ഥാനം. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ പിള്ളേരുടെ ഒഴുക്ക് പുറത്തേക്ക് വന്നത്. ഓക്കെ, ഇനി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണമല്ലോ. 2018 എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ സർക്കാർ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇനി കേരളത്തിൽ വേണമെന്നും പറഞ്ഞിട്ടൊരു ബില്ല് കൊണ്ടുവന്നു.
പക്ഷേ പിന്നീട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊന്നും വന്നാൽ ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല വന്നിട്ടുണ്ടോ, ഈ കഴിഞ്ഞ 4-5 കൊല്ലത്തിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വന്നിട്ടുണ്ടാവാൻ ഒരു സാധ്യതയില്ല. പക്ഷേ 2018 ആ ബില്ല് വന്നു. അതായത് 30 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 35 കൊല്ലം മുന്നേ വരേണ്ട ബില്ല് നടക്കേണ്ട കാര്യം നടന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിനിടയ്ക്ക് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ നാട് വിട്ടുപോയി. ഞാൻ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ ഓരോ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളി സമാജം കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ തമിഴ് സമാജമോ ആന്ധ്ര സമാജമോ ഡൽഹി സമാജമോ ഒന്നും ഇതുപോലെ കാണാൻ പറ്റില്ല. അത്രയ്ക്കധികം മലയാളി സമാജമുണ്ട്. ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ ഈ ലേഔട്ടിലുണ്ട് ഒരു മലയാളി സമാജം. അപ്പം ഞാനത് പറഞ്ഞു വരുന്ന അത്രയ്ക്ക് മാത്രം അഭയാർത്ഥികളെ പോലെ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതുമായ ഒരു സമൂഹം നമ്മുടെ പുറത്തെ സ്റ്റേറ്റുകളിൽ സൃഷ്ടിക്കാൻ ആ ഒരു തീരുമാനത്തിന് സാധിച്ചു. ഓക്കെ, യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കിടപ്പുണ്ടാവും ഒരു 10 കൊല്ലം 10ഓ 15ഓ കൊല്ലം മുന്നേ ഈ പിണറായി വിജയൻ്റെ ഒരു ബൈറ്റുണ്ട്. അന്ന് ഏത് ചാനലിനോട് കൊടുത്ത ബൈറ്റാണ് ഞാൻ ഓർക്കുന്നില്ല. അതിൽ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ പറ്റിയുള്ളൊരു ചോദ്യം വന്നപ്പോൾ അങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ ഇവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളെ ശക്തിപ്പെടുത്തുകയല്ലേ വേണ്ടത്, അതല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണോ ഇപ്പോൾ ഇവിടെ വേണ്ടത് എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട്. ഓക്കെ, മുഖ്യമന്ത്രിയല്ല, അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ എന്തോ ആണ്. 15 കൊല്ലം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്, നിങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും. അതേ മുഖ്യൻ 2018-ലോ 20-ലോ എങ്ങാണ്ട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, അതായത് ബാക്കി എല്ലായിടത്തുമായി ഇനി നമുക്ക് വേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന്, അതായത് വേറെ ആരുടെയോ കുറ്റം പോലെ ഇനി നമുക്കിത് വേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്, നമുക്കത് വേണം എന്നുള്ള രീതിയിൽ അന്ന് എനിക്ക് തോന്നുന്നു ബിന്ദുകൃഷ്ണൻ പോട്ടെ, സോറി, അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു ലേഡി എന്തോ ആണ്, അവരാണ് ആ സ്വകാര്യ സർവകലാശാല ബില്ല് ഒപ്പിട്ടത്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത് വരാൻ തടസ്സമില്ല. 35 കൊല്ലം മുന്നേ നടക്കേണ്ട കാര്യമാണ് നടന്നത്. അതായത് ഈ കാലയളവിൽ ഈ പറയുന്ന നെയ്ബർ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും കോയമ്പത്തൂരും ഇനി അത് മാത്രം നിങ്ങൾ കേരള ബോർഡറിലുള്ള കർണാടക തമിഴ്നാട്ടിലുള്ള ഓരോ നഗരത്തിലും കണക്കിന് എഞ്ചിനീയറിംഗ് കോളേജിലും നഴ്സിംഗ് കോളേജിലുണ്ട്. അവിടെയൊക്കെ ബഹുഭൂരിപക്ഷം മലയാളികൾ പഠിക്കുന്നുണ്ട്. ഈ അവസ്ഥ ഉണ്ടാക്കിയ ഏത് സർക്കാരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിലും വലിയൊരു പൊട്ട തീരുമാനം ഒരാൾക്ക് എടുക്കാനില്ല. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അന്ന് തീരുമാനിച്ചത്? സ്വകാര്യ സർവകലാശാലകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം നശിച്ചു പോകുമെന്നും അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അത് കൊള്ളില്ലാത്തതാണെന്നും നിങ്ങളെ ചിന്തിപ്പിച്ച നിങ്ങളുടെ ആ ഒരു ചിന്താശേഷിയെ നമിക്കണം. ഇത്രയും വലിയ ഒരു തീരുമാനം, ഒരു മോശപ്പെട്ട തീരുമാനം എടുത്തതിൻ്റെ ഇന്ന് ഈ കുട്ടികൾ മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, രക്ഷിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ താഴെ കമൻറ്റിൽ തെറി പറയാൻ വരുന്നവർ ഒരു കാര്യം ചിന്തിക്കുക: നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ബ്രദർ സിസ്റ്റേഴ്സിൻ്റെ മക്കളോ കസിൻസോ അയൽപക്കത്തുള്ളവരോ ഇവരിൽ എത്ര കുട്ടികൾ കഴിഞ്ഞ 10ഓ 15 കൊല്ലത്തിലോ അല്ലെങ്കിൽ നിലവിലോ അന്യ സംസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലുള്ള എഞ്ചിനീയറിംഗ് നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം എന്നെ തെറി പറയണോ വേണ്ടോ എന്നുള്ളത്, നിങ്ങൾ തെറി പറഞ്ഞു, ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല, അത് വേറെ കാര്യം. ഇനി അങ്ങനെ പറഞ്ഞതിന് മുമ്പ് ഇത്ര ഒന്ന് ആലോചിക്കാനുള്ള ഒരു മര്യാദ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഓക്കെ, അന്ന് നമ്മുടെ CPM-ൻ്റെ നേതാക്കന്മാർ പലരും പറഞ്ഞു സ്വകാര്യ സർവകലാശാലകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സർവകലാശാലകൾ ശക്തിപ്പെടുത്തണമല്ലോ, അതിനാണ് സ്വകാര്യ സർവകലാശാലകൾ വരാതിരിക്കാനുള്ള അവരുടെ ബുദ്ധിപരമായ ഒരു ഐഡിയ അതായിരുന്നു. എന്നിട്ട് നിങ്ങൾ ഈ ഗവൺമെൻറ് സർവകലാശാലകളെ ശക്തിപ്പെടുത്തിയോ? ഇന്ന് ഈ പിണറായി വിജയൻ പഠിച്ച പുള്ളി അഭിമാനത്തോടെ പറയുന്ന ബ്രണ്ണൻ യൂണിവേഴ്സിറ്റി മുതൽ കോട്ടയം CMS കോളേജ് മുതൽ നിങ്ങൾ പേരെടുത്ത ഏത് കോളേജും യൂണിവേഴ്സിറ്റി എടുത്തോ, ഇതൊക്കെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് മുന്നേ വന്നതാണ്. നിങ്ങൾ ഈ സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ടോപ്പ് നമ്പർ 10 വരുന്ന ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥയൊക്കെ അറിയാലോ, പരിതാപകരമാണ് ലോക യൂണിവേഴ്സിറ്റികളും കോളേജുകളുമായിട്ട് നോക്കുമ്പോൾ. പക്ഷേ ഇന്ത്യയിലെ ടോപ്പ് 10 യൂണിവേഴ്സിറ്റികൾ ഒരെണ്ണം പോലും ഇല്ല കേരളത്തിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ശക്തിപ്പെടുത്തലാണ് നടത്തിയേ? ഇനി ശക്തിപ്പെടുത്തലിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എറണാകുളം മഹാരാജാസിലേക്കൊന്ന് നടന്നു കയറണം. കയറി കഴിയുമ്പം അതൊരു കോളേജാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ അവിടെ മൊത്തം അരിവാൾ ചിറ്റിക നക്ഷത്രം, കോൺഗ്രസ്സുകാരുടെ കുറേ കൈപ്പത്തി, അതും ഇതൊക്കെ. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ പാർട്ടിയുടെ ചിഹ്നങ്ങളായിരിക്കും. ഒരു പാർട്ടി ഓഫീസായിട്ട് കയറി പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കോ കോളേജിലേക്കോ കയറി പോകുന്നു തോന്നില്ല കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിലും ഗവൺമെൻറ് കോളേജുകളിലും. അതിപ്പോൾ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ് ആയിക്കോട്ടെ, മഹാരാജാസ് കോളേജ് ആയിക്കോട്ടെ. ആക്ച്വലി മഹാരാജാസ് കോളേജൊക്കെ ആർക്കിടെക്ചറിൽ നല്ല രീതിയിൽ പണ്ട് പണിതൊരു സംഭവമാണ്. ഇവർ പണിതൊന്നുമല്ല, പണ്ട് കാലത്ത് പണിതാണ്. പക്ഷേ ഇന്നതിൻ്റെ കോലം എന്ന് പറയുന്നത് ഒരു പാർട്ടി ഓഫീസിനപ്പുറത്തേക്ക് അതൊരു പഠിക്കാനുള്ള ഒരു സ്ഥലമാണെന്ന് ഒരിക്കലും പറയില്ലാത്ത രീതിയിലാണ് അത് നിലകൊള്ളുന്നത്. അതായത് അവിടെ നടക്കുന്നത് പഠനമൊന്നുമല്ല, അവിടെ വേറെ എന്തൊക്കെയോ പരിപാടിയാണ്. ഇത് പറയുമ്പോൾ കുറച്ച് പേര് പറയും, ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ
നമ്മുടെ കുട്ടികളിൽ പൊളിറ്റിക്സ് ചെറുപ്പകാലം മുതലേ ഉള്ളിലേക്ക് കയറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അതായത് ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനം അത്യാവശ്യമാണെന്നാണ് പറയണത്. ഇതേ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയണം, ക്യാമ്പസിലിപ്പം നമ്മൾ ബോട്ടണി പഠിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? ക്യാമ്പസിൽ ഉടനെ മറ്റേ ചെടിയും വാഴയും ഒക്കെ നട്ടുപിടിപ്പിക്കണം ബോട്ടണി പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല, മാധ്യമ പ്രവർത്തനം ജേർണലിസം പഠിക്കുന്ന ഒരു കോഴ്സാണെങ്കിൽ അവൻ കോളേജ് മൊത്തം ജേർണലിസം കൊണ്ട് നടക്കണോ? ഇനി അതല്ലെങ്കിൽ സുവോളജി പഠിക്കാൻ വരുന്നവൻ മൃഗങ്ങളെയും കൊണ്ടാണോ? അല്ലെങ്കിൽ കോളേജ് മൊത്തം മൃഗശാല പോലെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യണോ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്? അതുപോലെ തന്നെയാണ് ഈ പൊളിറ്റിക്സും. ക്യാമ്പസിൽ പൊളിറ്റിക്സ് വേണമെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാത്രമേ നടത്താവുള്ളൂ. ഇത് മഹാരാജാസ് കോളേജിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാശുള്ളം പഠിക്കാൻ വരുമോ? അവിടെ വരൂല. അവരൊക്കെയാണ് ഈ കയറി പോകുന്നത്. ബാങ്ക് ലോൺ, ഇനി എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ എടുക്കും. ബാങ്ക് ലോണും കിട്ടാതെയൊക്കെ വരാൻ നേരത്താണ് ആൾക്കാർ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് പലരും ഇവിടെയൊക്കെ പഠിക്കാൻ പോകുന്നത്. കാരണം അവിടെ നടക്കുന്നത് പഠനമല്ല, മറ്റ് പല പരിപാടിയാണ്. ഒരു കാര്യം കൂടെ പറയാൻ ഉണ്ട്. അതായത് 10-20 കൊല്ലം മുന്നേ ഉള്ളൊരു കഥയാണ്. അതായത് അന്ന് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ലോക പ്രശസ്തമായ ഹൃദയ സംബന്ധമായ റിസർച്ചുകളൊക്കെ നടത്തി ലോകത്തിലെ ഏറ്റവും ടോപ്പിൽ, ഈ ഹൃദയ സംബന്ധമായ കാര്യങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഈ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി കേരളത്തിൽ മൂന്നാറിൽ ഒരു റിസർച്ച് സെൻറ്റർ തുടങ്ങാനായിട്ട് പദ്ധതി ഇട്ടതാണ് ഒരു കാലത്ത്. അന്ന് ഏറ്റവും വലിയ കൊടു പിടിച്ചതും തടസ്സം നിന്നതും ഇടതുപക്ഷമാണ് കേരളത്തിലെ. കാരണം എന്താ? നമ്മുടെ ഗവൺമെൻറ് സർവകലാശാലകളെ ശക്തിപ്പെടുത്തണം, അതിനാണ്. എന്നിട്ട് ഒരുപാട് ശക്തിപ്പെട്ടു. ഈ 30 കൊല്ലം കണ്ട് ലക്ഷക്കണക്കിന് പിള്ളേർ നാട് വിട്ടുപോയി. ഇപ്പോൾ വൃദ്ധസദനം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം അങ്ങനെയായി. ഇപ്പോൾ BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നല്ലോ, കോട്ടയത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലാൻ നേരത്തെ ആരുമില്ല, വൃദ്ധന്മാർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കാരണക്കാർ ആരാണ്? ഞാൻ പറയണ്ടല്ലോ, ഒരു പ്രത്യേക പാർട്ടിയുടെ ഒരു വിവരമില്ലാത്ത തീരുമാനങ്ങളും പിന്നീട് അതിൽ ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. വേറെന്താ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ ഏറ്റവും ശോഭിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു കേരളത്തിലെ ഇന്ത്യയുടെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടെന്നേ. അപ്പോൾ ഇമേജിനെ പറ്റി പറയുമ്പോൾ, ഈ ഇമേജ് ആകാശത്ത് നിന്ന് വന്നതാണോടാ, ഞങ്ങളുടെ പാർട്ടി ഭരിച്ചുണ്ടാക്കിയതല്ലെന്ന് ചോദിക്കാൻ വരുന്നവർക്ക് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ ബേസിക് വിദ്യാഭ്യാസവും ഏത് കാലം മുതൽ തുടങ്ങിയതാണെന്ന് ഞാൻ വേണമെങ്കിൽ അത് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകണ്ട. അപ്പോൾ നമുക്കെന്തുണ്ട്? നമുക്ക് ഈ ഫോറിനിലേക്കൊക്കെ പോയി ഒരുപാട് പണം വന്നു ആദ്യകാലം മുതലേ. അപ്പോൾ അതിൻ്റെ ഒരു മികവ് നമ്മുടെ സ്റ്റേറ്റിനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവരാണ്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ ഹബ്ബായി മാറാവുന്ന എല്ലാ കാര്യങ്ങളുള്ള ഒരു സ്റ്റേറ്റായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് അതിലൊന്നുമല്ല. ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ 0 ആണ്. പകരം ഇതൊന്നും ഇല്ലാത്ത പല സ്റ്റേറ്റുകളിലും ഇപ്പോൾ പല എക്കോസിസ്റ്റങ്ങളായി മലയാളികൾ തമ്പടിക്കുന്നു. അവരവരുടെ ഞാൻ പറഞ്ഞ സമാജങ്ങൾ, മലയാളി സമാജം ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ല ഇന്ത്യയിൽ. അതുപോലത്തെ സെറ്റപ്പുകൾ നമ്മൾ പുറത്തേക്ക് പോയി, നമ്മുടെ പണം പോയി, നമ്മുടെ യുവാക്കൾ പോയി, ഇല്ലേ? അപ്പോൾ ഇതിന് കാരണം ആരാണ്? ഓക്കെ, ഇനി അതിലും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതായത് ഈ പറഞ്ഞ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾക്ക് പ്രശ്നമാവും എന്ന് വിശ്വസിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്? നമുക്ക് ആദ്യം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ കാര്യം നോക്കാം. മൂത്ത മകളാണ് മൂത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന മൂത്ത മകൾ പഠിച്ചത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ്. നമ്മുടെ കേരളത്തിലുള്ള കോളേജാണ്. പക്ഷേ അതൊരു പ്രൈവറ്റ് കോളേജാണ്, തമിഴ്നാടിൻ്റെ അണ്ടറിൽ വരുന്ന പ്രൈവറ്റ് കോളേജ്. അപ്പോൾ എവിടെ പഠിക്കണം, എവിടെ പഠിപ്പിക്കണമെന്ന് അങ്ങേർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. ഇനി പോട്ടെ, അത് മൂത്ത മകളുടെ ഒരു ഷാഠ്യമാണ്. എനിക്ക് അവിടെ പഠിക്കണമെന്ന് ഷാഠ്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ ആദർശമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മക്കളുടെ ഇഷ്ടത്തിന് വിടേണ്ടി വരും. ഇളയ മകൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പഠിച്ചത് ബിർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ലണ്ടനിലാണ്. അത് പിന്നെ നമ്മുടെ സർക്കാർ കോളേജ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി ഓരോരുത്തരുടെ ഇരട്ടത്താപ്പ്. AK ബാലൻ ഇതുപോലെ കൊട്ടി കോഴിച്ച് ഡയലോഗ് അടിക്കുന്ന ടീമാണ്. പുള്ളിയുടെ മോൻ പഠിച്ചത് എവിടെയാ? പുള്ളിയുടെ മോൻ പഠിച്ചതും ഒരു പുറത്തുള്ള ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. അങ്ങനെ പലരുടെയും. ഈ കാര്യത്തിൽ കോൺഗ്രസ്സുകാരുടെ മക്കളും ഒക്കെ പുറത്തു പോയി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരിമാതിരി മണ്ടൻ തീരുമാനത്തിനൊപ്പം നിന്നിട്ടില്ല ആ കാലത്ത്. ആ മണ്ടൻ തീരുമാനം എടുത്തത് ആരാണ്? ഈ ടീമുകളാണ്. പക്ഷെ ഇവരെടുക്കുമ്പോൾ തന്നെ ഇവർക്ക് അറിയായിരുന്നു ഒരു മണ്ടൻ തീരുമാനമാണെന്ന്.
കാരണം അല്ലെങ്കിൽ ഇങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ മക്കളെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ, അതും കേരളത്തിൽ ലിസ്റ്റ് ചെയ്യാത്ത, കേരളത്തിലെ സംഭവം ഇല്ല, സമ്മതിക്കില്ല, തമിഴ്നാടിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് പഠിപ്പിക്കാൻ സാധിക്കുന്നത്? ആദർശം എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിലും കൂടെ വേണ്ടേ? മകൻ അതും പോരാഞ്ഞിട്ട് പുറത്തു പോയി പഠിപ്പിക്കുകയാണ്. ആർക്ക് പണി കിട്ടി? കേരളത്തിലെ പാവപ്പെട്ടവന്റെ നെഞ്ച് വയറ്റത്തടിച്ച് അനുഭവിച്ചത് മുഴുവൻ കേരളത്തിലെ സാധാരണക്കാരും. അപ്പൊ ഇതൊന്നും തിരിച്ചറിയാൻ മേലാതെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ താഴെ വന്ന് നമ്മളെ തെറി പറയുക. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അപ്പം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാനും കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ജീവിക്കും. അല്ലെങ്കിൽ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അപ്പം കോൺഗ്രസ്സുകാരനായിരുന്നു, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് ആയിട്ട് ജീവിക്കും എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കണോ? അതോ ശരി നടന്നി ഇപ്പം ഒരു സർക്കാർ ഒരു കാര്യം പറയുമ്പോൾ ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ നിൽക്കാം. ഇല്ല, ഇതുപോലുള്ള ഉഡായിപ്പ് പരിപാടികളും കാണിച്ചൊരു ഒരു സംസ്ഥാനത്തിന് ചാടിക്കാവുന്നതിന്റെ ഏറ്റവും പരമാവധി അവസ്ഥയിലേക്ക് ദുരിതത്തിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കണ്ടേ? ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞതിൽ വസ്തുതാപരമായി തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞാൻ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? പിണറായി വിജയന്റെയും AK ബാലന്റെയും മറ്റു പല നേതാക്കളുടെയും മക്കള് പുറത്താണ് പഠിച്ചത്, സ്വകാര്യ സർവകലാശാലകളിലും യൂണിവേഴ്സിറ്റികളിലുമാണെന്ന് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടോ ഏതെങ്കിലും ഒരു ഐഡിയോളജിയോടോ അടിമപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിന്റെ ഒട്ടും കാര്യമില്ല. അപ്പൊ ചിന്തിക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ.